ഹലോ, തീറ്റാന്നൊരു വിചാരമുള്ളൂ എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഒരു ഫുഡ് വ്ളോഗായിട്ടാണ്. സദ്യ കഴിക്കുന്ന മുന്നേ ഇലയൊക്കെ ഇങ്ങനെ കഴിക്കുന്നില്ല, നീറ്റായിട്ട് കഴിക്കണം. അപ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക്. തിരക്കുള്ളാണ്ടിരിക്കാൻ നേരത്തെ പോയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ രാജാവും മന്ത്രിമാരും എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബടൻ കൂടെ വരണ്ട. ബടനും വന്നല്ലോ. ഇന്നത്തെ വിശിഷ്ട അതിഥി എൻ്റെ ഫേവറേറ്റ് മീൻ പൊരിച്ചതാണ്. ഈ മൊരിഞ്ഞ മീൻ പൊരിച്ചതെന്ന് ചെറിയ പീസ് കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ചോറും കറിയും ഉപ്പേരിയൊക്കെ വെച്ചതിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഒരു പിടി ഇങ്ങനെ പിടിച്ച് കഴിക്കണം. നല്ലൊരു വാവ് ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. എന്തൊക്കെയോ ഒരു കറി മിസ്സിംഗ് ആയിരുന്നു, അതും വന്നു. പിന്നെ എനിക്ക് മോര് ഇഷ്ടമായതുകൊണ്ട് മോരും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പായസമുണ്ട്. എനിക്ക് ശേഷം എൻ്റെ അപ്പുറത്തിരുന്ന ആൾക്കാരൊക്കെ എണിച്ചു പോയി. ഞാൻ ഇനി എൻ്റെ സദ്യ പോലും ഫുള്ളും കഴിച്ചിട്ടില്ല. ഒന്നോ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഫുൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോളൂ ഗൈസ്. അങ്ങനെ വലിയൊരു യുദ്ധത്തിന് ശേഷം ഞാൻ എൻ്റെ ഇലയ്ക്ക് ഇങ്ങനെ നീറ്റാക്കി കഴിച്ചത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. പിന്നെ നമ്മുടെ പപ്പടം എടുത്ത് ആ പായസം കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് ഇങ്ങനെ നന്നായി കുഴച്ച് അതും ഒരു വാ കഴിക്കണം. ഇങ്ങനെ കഴിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈയിടെ ആയിട്ട് ഇങ്ങനെ പപ്പടത്തിൽ പായസം ഒഴിച്ച് കൂട്ടി കുഴച്ച് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. പായസം വെറുതെ ഗ്ലാസ്സിൽ കുടിക്കാനായിട്ട് ഒരു ഗുമ്മ കിട്ടണം. ഞാൻ ഇനി ഇവിടെ തന്നെ എന്നെ അവരൊക്കെ പിടിച്ച് പുറത്താക്കുക. അതുകൊണ്ട് ഞാൻ എന്തായാലും പോയിട്ട് വരാം കേട്ടോ. വെയിൽ കൊള്ളാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്ത ശേഷം ഇന്നത്തെ എൻ്റെ സോളോ ലഞ്ച് ഡേറ്റോട് അവസാനിച്ചു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.